പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്. എന്നാൽ 100 വർഷം മുൻപ് ഭാരതത്തിൽ 2 രൂപയുടെ കറൻസി നോട്ട് പ്രചാരത്തിലുണ്ടായിരുന്നു. 1918 ജനുവരി 22-നായിരുന്നു ഈ നോട്ട് ആദ്യമായി പുറത്തിറക്കിയത്. 1926 ജനുവരി 1 വരെ മാത്രമായിരുന്നു ഇത് പ്രചാരത്തിലുണ്ടായിരുന്നതും. 2 രൂപ നോട്ടിൽ ഒരു വശത്ത് 2 രൂപ 8 അണ എന്നും മറുപുറത്ത് വലതുവശത്ത് ഒരു വൃത്തത്തിനുള്ളിൽ 2 രൂപ 8 അണ എന്നും ഇടതുവശത്ത് ബ്രിട്ടീഷ് രാജകിരീടവും നടുക്കായി ബംഗാളി, ഗുജറാത്തി, ഒറിയ, ഉറുദു, പഞ്ചാബി, കന്നഡ, തെലുങ്ക്, തമിഴ് ഉൾപ്പെടെ 8 ഭാഷകളിൽ 2 രൂപ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഹിന്ദിയും മലയാളവും ഇതിലില്ല. അന്ന് അണ കണക്കായിരുന്നു നിലനിന്നിരുന്നത്. 16 അണ 1 രൂപയായിരുന്നു, 8 അണ 50 പൈസയും. അതുകൊണ്ടാണ് ഈ കറൻസിയിൽ 2 രൂപ 8 അണ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭരണസിര കേന്ദ്രങ്ങളായി 7 സർക്കിളുകളാണ് ഉണ്ടായിരുന്നത്. കാൺപൂർ, ബോംബെ, കൽക്കത്ത, കറാച്ചി, ലാഹോർ, മദ്രാസ്, രാംഗൂൺ എന്നിങ്ങനെയായിരുന്നു. ഈ സർക്കിളുകൾ വഴിയാണ് നോട്ടുകൾ വിതരണം ചെയ്തിരുന്നത്. റംഗൂൺ എന്ന ഇന്നത്തെ മ്യാൻമർ അന്ന് ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. 2 രൂപ നോട്ടിൽ അന്നത്തെ ബ്രിട്ടീഷ് ധനകാര്യ സെക്രട്ടറി MS ഗബ്ബിയുടെ ഒപ്പാണുള്ളത്. ഹാൻഡ്മെയ്ഡ് പേപ്പറിൽ അച്ചടിക്കപ്പെട്ട ഈ കറൻസി ബ്രിട്ടനിലാണ് പ്രിന്റ് ചെയ്തിരുന്നത്. ഏറ്റവും മുകളിലായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം സീരിയൽ നമ്പരും ഉണ്ട്. മുകളിൽ തന്നെ ഇടതുവശത്തായി അഷ്ടകോണ ചിത്രത്തിൽ ജോർജ് 5 രാജാവിന്റെ ചിത്രവും ചേർത്തിട്ടുണ്ട്. അന്ന് ഡോളറിനേക്കാൾ ഉയർന്ന മൂല്യമായിരുന്നു ഈ രൂപയ്ക്ക്. ഈ നോട്ടിന്റെ ഇന്നത്തെ മൂല്യം 7 ലക്ഷം രൂപയാണ്. അന്നത്തെ ആ 2 രൂപയുടെ ഒരു നോട്ട് ഇപ്പോൾ ജാർഖണ്ഡിലെ മുൻ രാജ്യസഭാ മെമ്പറായിരുന്ന അജയ് മാരുവിന്റെ പക്കലുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ സമ്മാനിച്ച ഈ നോട്ട് ഇന്നും അമൂല്യമായ നിധിയായി കരുതി സംരക്ഷിച്ചു വരുന്നു.